ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷൻ വഴി വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള PG അഡ്മിഷനുള്ള പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CUT PG എക്സാമിനേഷൻ എഴുതിയ ആളുകൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്ക് PG കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിൽപ്പെട്ട ഇന്ത്യയിലെ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസും പഠിക്കാൻ പറ്റിയ മികച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തുകയാണ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി IFLU ഹൈദരാബാദ്. അതുപോലെ തന്നെ IFLU അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. IFLUയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് CUT PG അഡ്മിഷൻ 2025 ഓപ്പൺ എന്ന് കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ PG അഡ്മിഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഷെഡ്യൂൾ കണക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണാം. ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ നോക്കി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണ് ഉള്ളത്. ഹൈദരാബാദിലാണ് മെയിൻ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 റീജിയണൽ ക്യാമ്പസുകൾ വരുന്നുണ്ട്. ഒന്ന് ഷില്ലോയിലും അതുപോലെ തന്നെ ലക്നൌവിലുമാണ് വരുന്നത്. MA ഇംഗ്ലീഷ് കഫറ്റീരിയ ഹൈദരാബാദിൽ ഏറ്റവും കൂടുതൽ ഇൻടേക്ക് ഉള്ള കോഴ്സാണ് ഇംഗ്ലീഷിൽ കഫറ്റീരിയ കോഴ്സ്. 90 സീറ്റുകളുണ്ട്. ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, JMC ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജ് ലിറ്ററേച്ചർ, മീഡിയ ആൻഡ് കൾച്ചർ, ലിറ്റററി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്, അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പാനീസ്, ഹിസ്പാനിക്, റഷ്യൻ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. ബാക്കി റീജിയണൽ ക്യാമ്പസ് ഷില്ലോങ്ങിലും അതുപോലെ തന്നെ ലക്നൌവിലുമായിട്ട് വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിസർവേഷൻ കാറ്റഗറി വരുന്നത് 50, 45, 30 എന്നുള്ളതാണ്. അൺറിസർവ്ഡ് OBC, SC, ST, പ്രോസ്പെറസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസർവേഷൻ പോളിസി അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 550 രൂപയാണ് ജനറൽ, OBC, WDP, KM കാൻഡിഡേറ്റ്സിന്. SC, ST കാൻഡിഡേറ്റ്സിന് 275 രൂപയും PWBD കാൻഡിഡേറ്റ്സിന് 110 രൂപയുമാണ് ഫീസ് വരുന്നത്. ആദ്യം മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഷെഡ്യൂൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 10th May ആണ്. അതുപോലെ തന്നെ പ്രൊവിഷണലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ 17th May വരുന്നതായിരിക്കും. ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ കൗൺസിലിംഗ് 27 to 31 May ഉണ്ടാവും. പ്രൊവിഷണലി അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് 5th June പബ്ലിഷ് ചെയ്യും. പിന്നീട് ഹൈദരാബാദിൻ്റെയും അതുപോലെ തന്നെ ഓരോ ഇതിൻ്റെയും ഒക്കെ അഡ്മിഷൻ കൗൺസിലിങ്ങിൻ്റെ ടൈമും ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടക്കുക. അപ്പോൾ ഒരു ജൂൺ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വിശദാംശങ്ങൾ നമ്മൾ ആ സമയത്ത് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ IFLUവിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മനോഹരമായിട്ടുള്ള ഹൈദരാബാദിലെ ക്യാമ്പസിൽ പഠിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.